നമസ്കാരം. ഇന്നലെ ലൈവിൽ വരാൻ പറ്റിയില്ല. കാരണം KCB ചതിച്ചു. അപ്പൊ ഇന്നലത്തെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെക്കേണ്ടി വന്നു. അപ്പൊ നമ്മളിന്ന് മെനഞ്ഞാന്ന് സംസാരിച്ചു. ഇന്ന് നിലവില് എല്ലാവരും പറയുന്നത് ഈ ലോകത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം ബ്രാഹ്മണനാണ് എന്നുള്ളത്. അങ്ങനെ സകല കുത്തിത്തിരിപ്പിനും കാരണക്കാരനായ ബ്രാഹ്മണനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. 2 ദിവസം അതിന്റെ പുറകെ ഒന്ന് പോയി നോക്കി. ആരാണ് ബ്രാഹ്മണൻ? അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞ പോലെ നമുക്കും ആഗ്രഹം കാണില്ല ഒരു ബ്രാഹ്മണൻ ആവാനൊക്കെ. പക്ഷെ പഠിച്ചപ്പോൾ മനസ്സിലായി നടക്കാത്ത കാര്യമാണ്. നമുക്ക് നടക്കാത്ത കാര്യമാണ് ഒരു ബ്രാഹ്മണനാവുക. അപ്പൊ തോന്നും ഇവിടെ ബ്രാഹ്മണരില്ലേന്ന്. പേരിന് ബ്രാഹ്മണരൊക്കെ ഉണ്ടാവും, പക്ഷെ യഥാർത്ഥ ബ്രാഹ്മണരെ നമുക്കിങ്ങനെ വെല്ലോണ്ട് എണ്ണി തീർക്കാവുന്ന ബ്രാഹ്മണരേ ഉള്ളൂ. ഈ ബ്രാഹ്മണരെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമിജി പറഞ്ഞ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഒരഹങ്കാരവും ഇല്ലാതെ ഒരാർത്തിയും ഇല്ലാതെ വീണയുടെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സമൂഹമായിരുന്നു ബ്രാഹ്മണര്. അവർക്ക് പ്രത്യേകിച്ച് ഒരാശയോ നിരാശയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത് ഭിക്ഷ യാചിച്ചു നടക്കുന്ന ആളുകളായിരുന്നു. അതല്ലെങ്കിൽ അന്യര് കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളായിരുന്നു ബ്രാഹ്മണരെന്ന്. പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം എന്നില്ല, പാൽക്കഞ്ഞി വേണമെന്നോ അതല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടുള്ള കഞ്ഞി വേണമെന്നോ ഒന്നും. എന്താണോ കൊടുക്കുന്നത് അത് കഴിച്ച് ഇനിയിപ്പോ ഒന്നുമില്ല 2 തുളസിയിൽ കൊടുത്താൽ അതും കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് ബ്രാഹ്മണരെ കണക്കാക്കിയിരുന്നതെന്ന് സ്വാമിയുടെ അഭിപ്രായട്ടോ. നമ്മളിതൊന്നും ഇതില് അവസാന വാക്കോ ഇതൊന്നും ആധികാരികമായി പഠിച്ച വ്യക്തിയല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സാമാന്യ ജീവിതത്തിൽ ഇങ്ങനെ ഹിന്ദുവിനെ വകതിരിച്ച് വേർതിരിച്ച് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിക്കണ്ടേ? ഈ വർണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജാതിയായിട്ട് തിരിക്കുന്ന സമ്പ്രദായത്തില് വർണ്ണവും ജാതിയും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ് എന്നെങ്കിലും ഒരു സാമാന്യ യുക്തി നമ്മൾ പ്രകടിപ്പിക്കേണ്ടതല്ലേ നമ്മുടെ സമൂഹം, ഹൈന്ദവ സമൂഹം. അപ്പോ ഹൈന്ദവ സമൂഹത്തിൽ വർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. വർണ്ണ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട്. പണ്ഡിത സദസ്സ് അതല്ലെങ്കിൽ വേദം പഠിച്ചവരാണ് ജ്ഞാനികളായിട്ട് വർത്തിച്ചിട്ടുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാജാവിന്റെ അടുത്ത് കിട്ടുന്ന സമ്മാനങ്ങളോ അതല്ലെങ്കിൽ സ്വത്ത് സമ്പാദന രീതിയോ ഒന്നുമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് സന്യാസമാർഗം സ്വീകരിച്ചവരാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്ന ഋഷിവര്യന്മാരൊക്കെ. അപ്പോ അത്തരത്തിൽ ജ്ഞാനികളായ അല്ലെങ്കിൽ വേദം പഠിച്ച് ജ്ഞാനികളായ ആളുകളെയാണ് നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ രസകരമായിട്ടുള്ള ജന്മം കൊണ്ടാണോ ബ്രാഹ്മണരാവുന്നത്, കർമ്മം കൊണ്ടാണോ ബ്രാഹ്മണരാവുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോ ഇതില് ഏറ്റവും ഇന്നിങ്ങനെ തപ്പിപ്പ് കിട്ടിയതാണ് ആദിശങ്കരാചാര്യരുടെ വജ്രസൂചി ഉപനിഷത്തില് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും 4 വിഭാഗങ്ങളാണ്. ഇതിൽ ബ്രാഹ്മണനാണ് ചീഫ്, ഏറ്റവും ശ്രേഷ്ഠത കൊടുക്കുന്ന ബ്രാഹ്മണനാണ്. വേദങ്ങളിലും സ്മൃതികളിലും ഇങ്ങനെ പറയുന്നു. വേദങ്ങളിലും സ്മൃതികളിലും ബ്രാഹ്മണൻ ഏറ്റവും ഉയർന്ന തട്ടിലാണെന്ന് പറയും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ചോദ്യം ഉയരും. ആ ചോദ്യത്തില് ആരാണ് ബ്രാഹ്മണൻ? ആത്മാവാണോ, ശരീരമാണോ, അതോ ജന്മം കൊണ്ടാണോ എന്ന ചോദ്യം വരും. അതോ അറിവ് സൂക്ഷിക്കുന്ന ആളോ അതല്ലെങ്കിൽ യജ്ഞം നടത്തുന്ന വ്യക്തിയാണോ ബ്രാഹ്മണൻ എന്ന ചോദ്യം. ഇത് ശങ്കരാചാര്യരുടെ ഭാഗത്തുനിന്ന് എടുത്താട്ടോ. ജന്മമാണോ ബ്രാഹ്മണനെ സൃഷ്ടിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. പല ശ്രേഷ്ഠ മഹർഷിമാർക്കും മറ്റു വർണ്ണങ്ങളിൽ പല ശ്രേഷ്ഠ മഹർഷിമാരും മറ്റു വർണ്ണങ്ങളിൽ ജനിച്ചവരാണ്.
അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രാഹ്മണനല്ലാതെ ജനിച്ച ആരെങ്കിലും ബ്രാഹ്മണനായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല ബുദ്ധിജീവികളുടെ അടുത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആ ഗ്രന്ഥത്തിൽ പറയുന്ന രസകരമായിട്ടുള്ള മാനിൽ നിന്ന് ജനിച്ച ഋഷ്യശൃംഗൻ, മാനിൽ നിന്ന് ജനിച്ചതാണ് ഋഷ്യശൃംഗൻ. കുശദർഭയിൽ നിന്നും കൗശികൻ ജനിച്ചു. അതേപോലെ ചിതൽപുറ്റിൽ നിന്നുണ്ടായ വാൽമീകി, മുക്കോശ്രീയിൽ നിന്നും വ്യാസൻ, മുക്കോശ്രീയിലുണ്ടായ വ്യാസൻ, ഉർവശിയിൽ നിന്നും വസിഷ്ഠ, മൺകലത്തിൽ നിന്നും അഗസ്ത്യ. അപ്പൊ മൺകലത്തിൽ നിന്ന് ജനിച്ചാൽ അല്ലെങ്കിൽ പോട്ടിൽ നിന്ന് ജനിച്ചാൽ ബ്രാഹ്മണനാവോ? ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാവുന്നത് എന്ന് പറയുന്നു. അപ്പോ മറ്റൊന്ന്, അഥർവവേദത്തിൽ പിപ്പിലാട സംഹിത 8-9, ബ്രഹ്മനിൽ നിന്നും സപ്തഋഷികൾ ഉണ്ടായി. ബ്രഹ്മനിൽ നിന്നും ബ്രാഹ്മണനും കൃഷിക്കാരായ വൈശ്യനും സേവകരായ ശൂദ്രനും ഉണ്ടായി. സകല ജീവികളും ബ്രഹ്മനിൽ നിന്ന് ഉണ്ടായി. മീൻപിടുത്തക്കാർ ബ്രഹ്മനാണ്, സേവകർ ബ്രഹ്മനാണ്, കള്ളന്മാരും ചൂതാട്ടക്കാരും ബ്രഹ്മനാണ്, പുരുഷനും സ്ത്രീയും ബ്രഹ്മനാണ്. ഇത് അഥർവവേദത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ബ്രഹ്മനിൽ നിന്നാണ് സകലതും ഉണ്ടാവുന്നത്. അപ്പൊ വ്യത്യാസമല്ല, ജന്മം ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മനിൽ നിന്നാണ്. എല്ലാ മനുഷ്യരും ഉണ്ടാവുന്നത്, എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവുന്നത് ഒരേ ഒരു ഈശ്വരനിൽ നിന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞ ജന്മം ഏതാണ്? എല്ലാവരുടെയും ജന്മം ഈശ്വര ജന്മമാണ്. ആ ഈശ്വര ജന്മത്തിൽ നിന്നാണ് നാം എല്ലാം ഉണ്ടാവുന്നത്. അവിടെയും വ്യത്യാസമല്ല. അതേപോലെ ആരായിരിക്കണം ബ്രാഹ്മണൻ? വികാരങ്ങളെയും, ഞാൻ ആദ്യമേ പറഞ്ഞു, വികാരങ്ങളെയും ആസക്തിയെയും പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും നിരാശയെയും സകലതിനെയും അതിജീവിച്ചവനാണ് ബ്രാഹ്മണൻ. സകലതിനെയും അതിജീവിച്ചവനാണ് വിചാര ആ പറയുന്ന ഇന്ദ്രിയങ്ങളൊക്കെ നിഗ്രഹിച്ച് അതല്ലാതെ നിൽക്കുന്ന ആരാണോ അവനാണ് ബ്രാഹ്മണൻ. അതും അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ തന്നെ ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദ്യം വരുമ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും, ലൂസി എടോ, ഹലോ, എന്റെ ഡോഗ് വന്ന് ശല്യപ്പെടുത്തുന്നത്, അതുകൊണ്ടാണ്. അവര് ഞാൻ ഉണ്ടാവണം കൂടെ. കം 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 കം. അപ്പൊ നായും നരിയും ഒക്കെ ഉണ്ടായത് ഈശ്വരനാണ്. കമോൺ 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 സിനാവും. അപ്പോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൃഷ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാത സ്വീകരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ജ്ഞാനിയും അജ്ഞാനിയും ഉണ്ടാവുന്നത്. എനിക്ക് വേണമെങ്കിൽ ഏത് മാർഗവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ചിലർ പറയും എനിക്ക് ഡോക്ടർ ആവണം, ചിലർ പറയും എനിക്ക് പട്ടാളക്കാരനാവണം, ചിലർ പറയും എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേണം. എന്ന് നോക്കൂ, ഏത് വിഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ ചുരുക്കം പേരെ എനിക്ക് അധ്യാപകനാവണം എന്ന് പറയുള്ളൂ, എനിക്ക് പഠിക്കണം, ഗുരു ആവണം എന്ന് പറയുന്നത്. അങ്ങനെ ഗുരു ആവണം എന്ന് നിശ്ചയിക്കുന്നവരാണ് ബ്രാഹ്മണരായിട്ട് മാറുന്നത്. ജ്ഞാനിയായിട്ട് ലോകത്തിന് ഉപദേശം കൊടുക്കുന്നവരായിട്ട്, മാർഗം കാണിച്ചു കൊടുക്കുന്നവരായിട്ടുള്ള ആളുകൾ. ബാക്കി ഇപ്പം എനിക്ക് കൃഷിക്കാരനാവണമെന്ന് പറഞ്ഞാലും വൈശ്യനായി, കച്ചവടക്കാരനാണെന്ന് പറഞ്ഞാൽ വൈശ്യനായി. എനിക്ക് പട്ടാളത്തിൽ ചേരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷത്രിയനായി. എനിക്ക് സർവീസ്, എനിക്ക് ഡോക്ടർ ആവണം, അതല്ലെങ്കിൽ എനിക്ക് ജനങ്ങളെ സേവിക്കണം എന്ന് പറഞ്ഞാലോ ശൂദ്രനുമായി. ഇത് കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നു. ഇതാണ് സത്യം. അപ്പൊ അതിന് പലപ്പോഴും
ഇതിന് എതിരായിട്ട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതും ഇന്ന് ഞാൻ നോക്കി. കാരണം എപ്പോഴും നമുക്ക് ഈ കഥകൾ നോക്കുമ്പം ഈ സത്യകാമ ജബാലി അത് ഈ ബ്രാഹ്മണനായ ബാലനാണോ അല്ലേ എന്നുള്ള ഒരു സംശയം. ഛന്ദോഗ്യ ഉപനിഷത്തില് സത്യകാമയെക്കുറിച്ചും ജബാലിയെക്കുറിച്ചും പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മളത് കേട്ടിട്ടുള്ള കഥകളാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. ഗൗതമ മഹർഷിയുടെ അടുക്കൽ വിദ്യ തേടി ഒരു ബാലൻ എത്തുന്നു. ആ ബാലൻ ഗുരുവെ എനിക്ക് അറിവ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ നിന്റെ ഗോത്രം ഏതാണ് എന്ന് ചോദിച്ചു. നിന്റെ ഗോത്രം ഏതാണെന്ന് ഗൗതമ മഹർഷി ചോദിച്ചപ്പോ കുട്ടിക്ക് അറിയില്ല ഏതാണ് ഗോത്രം. ചെറിയ കുട്ടിയാ. കുട്ടി നേരെ അമ്മയെടുത്ത് പോയി അമ്മയോട് ചോദിച്ചു, അമ്മ എന്റെ ഗോത്രം ഏതാണ്, അല്ലെങ്കിൽ എന്റെ പിതാവ് ഏതാണ്? ഗോത്രം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഗോത്രമാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയാണെങ്കിൽ ഒരു ദാസിയാണ്. പല പുരുഷന്മാരുമായിട്ടും ബന്ധപ്പെട്ട സ്ത്രീയാ. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് അവർക്കറിയില്ല. അവര് പറഞ്ഞു, മകനെ എനിക്ക് ഇതാണ് സംഭവം, നിന്റെ യഥാർത്ഥ പിതാവ് ഏത് ആണ് എന്നെനിക്കറിയില്ല. അപ്പോ എന്താ പറയാ, ഞാനും നീയും മാത്രമേ ഉള്ളൂ. അപ്പോ ഞാനും നീയും മാത്രമുള്ളൊരു ഗോത്രം, ആ ഗോത്രത്തിന്റെ പേര് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെയും നിന്റെയും പേര് ചേർത്താൽ ഏത് ഗോത്രാവും? സത്യകാമോ ജമാലോസ്മി, അങ്ങനെ പറഞ്ഞത്. സത്യഭാമയും ജാബാലിനും ചേർന്ന് എന്താണ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഗോത്രം എന്ന് പറഞ്ഞു. ഈ കുട്ടി വീണ്ടും ഗുരുനാഥന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് എന്റെ അമ്മ പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഗോത്രമൊന്നും അറിയില്ല. അപ്പൊ അമ്മയുടെ പേരും എന്റെ പേരും കൂടി ചേരുന്ന എന്താണോ അതാണ് എന്റെ ഗോത്രം എന്ന് പറഞ്ഞു. അപ്പം ഗൗതമ മഹർഷി ഉടനെ കുട്ടിയോട് പറഞ്ഞു, നീയാണ് ബ്രാഹ്മണൻ, സത്യം പറയുന്ന നീയാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണനെ സത്യം പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ധാരണ. അപ്പൊ ആ കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല, എങ്കിലും ആ കുട്ടിയെ ഗുരു സ്വീകരിക്കുന്നു, ഉപനയനം നടത്താനുള്ള ഇടപാടുകൾ ചെയ്യുന്നു, കുട്ടിയോട് സമ്മതം അനുഷ്ഠിക്കുന്നു. അവിടെ ആ കുട്ടിയുടെ ജന്മം ആലോചിച്ച് നോക്കൂ. പക്ഷെ അവൻ പുലർത്തിയ സത്യസന്ധതയാണ് ഗുരു അളക്കുന്നത്. അതാണ് ബ്രാഹ്മണന്റെ ഗുണം എന്ന് അളക്കുന്നത്. നുണ പറഞ്ഞില്ല. ആ അമ്മയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പേര് പറയാമായിരുന്നു, അത് കുട്ടിക്ക് വന്ന് പറയാമായിരുന്നു, ഞാൻ ഇന്ന ഗോത്രത്തിൽ ജനിച്ചതാണ് എന്ന് കളവ് പറയാമായിരുന്നു. അപ്പോ അതാണ്. അപ്പൊ അങ്ങനെ തന്ത ഏതെന്നറിയാത്ത ഒരു കുട്ടി പോലും ഈ പറയുന്ന പൂണൂലിട്ട് ബ്രാഹ്മണനായിട്ടുണ്ട്. ജ്ഞാന അല്ലെങ്കിൽ വേദം പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. പിന്നെ നമ്മളെപ്പോഴും ഈ ഹിന്ദുക്കളെ കളിയാക്കാൻ വേണ്ടി ആദ്യമൊക്കെ ഏറ്റവും കൂടുതൽ ഏകലവ്യന്റെ പേരെ എടുത്തിട്ടത്. ഇപ്പൊ ഇന്നലെ ഈ തപ്പിപ്പോ അത് ഇട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഏകലവ്യൻ ഈ എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ഏകലവ്യനെ ഗുരു പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. ദ്രോണാചാര്യ ഏകലവ്യനെ ഇങ്ങനെ ഓടിച്ചു വിട്ടു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ പറയുന്ന പോലും മഹാഭാരതത്തിൽ ആദിപർവ്വത്തിൽ പറയുന്നുണ്ട്, മഹാരാജ ഏകലവ്യൻ ദ്രോണാചാര്യെ കാണാൻ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം മഹാരാജാവായിരുന്നു പോലും ഏകലവ്യൻ. ട്രൈബൽ രാജാവായിരുന്നു. ട്രൈബൽ രാജാവായിട്ടുള്ള ഏകലവ്യൻ ധനുർവിദ്യ പഠിക്കാൻ വേണ്ടി ദ്രോണാചാര്യരെ സമീപിച്ചു. അപ്പം ദ്രോണാചാര്യർക്ക് ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ മനസ്സിലായി
പാണ്ഡവരെയും കൗരവരെയും കടത്തിവെട്ടാനുള്ള കഴിവുള്ള ആളാണ് ഏകലവ്യൻ. അതുകൊണ്ടാണ് ഏകലവ്യനെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, പാണ്ഡവരുടെയും കൗരവരുടെയും ക്ലാസ് എടുക്കുന്നിടത്തേക്കാണ് അവർക്ക് മാത്രം മറ്റേ തീരുമാനമനുസരിച്ച് നടക്കുന്ന ക്ലാസ്സിലേക്ക് പുറത്തുനിന്ന് ആളെ എടുക്കണ്ടേ. അത് മാത്രമല്ല, ഏകലവ്യനെ കണ്ടപ്പോ ഇത് ബോധ്യപ്പെട്ടു. അപ്പം ഏകലവ്യൻ കൃഷ്ണന്റെ ബന്ധുവാണെന്നും പറയുന്നുണ്ട്. ഇതില് ദ്രോണാചാര്യ ശ്രീകൃഷ്ണന്റെ കസിൻ ബ്രദറാണെന്ന വായിച്ചത്. അപ്പോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ മുഴുവനും ഈ ബ്രാഹ്മണരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, ബ്രാഹ്മണരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള, നമ്മൾ ആരും ഇതിന്റെ സത്യം അന്വേഷിച്ച് പോവാറുമില്ല. അയ്യോ, ഏകലവ്യനെ ആട്ടിപ്പായിച്ചു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ പുരാണങ്ങൾ എടുത്ത് നമുക്ക് പുരാണങ്ങളിലുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് നമ്മളെ ഈ തരണത്തില് നമ്മളെ മാറ്റിയെടുത്തു. അജ്ഞരായിട്ടുള്ള ഹിന്ദുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാലിയെ എന്തിനു മറിഞ്ഞിരുന്ന് കൊന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, സീതയെ എന്തിനുപേക്ഷിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്കിടയിൽ ഈ വ്യത്യാസങ്ങളുള്ള വർഗവ്യത്യാസം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ശത്രു ബ്രാഹ്മണനാണ് എന്നുള്ള ഒരു ധ്വനി നമുക്ക് കാലാകാലങ്ങളിൽ, ബ്രാഹ്മണർ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അഹങ്കാരികളായിട്ടുള്ള ബ്രാഹ്മണര് ഒരുപാട് പാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അതിനുള്ള കാര്യങ്ങൾ അവരെ അനുഭവിച്ചിട്ടുമുണ്ട്. അതും സത്യമാണ്. എന്നാൽ ഈ പറയുന്ന മാതിരി വേദം കേട്ടാൽ ഈ പറയുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കൊഴിക്കും എന്ന് പറഞ്ഞ ചരിത്രം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. തപ്പി നോക്കി കുറെ, അങ്ങനെയൊന്നില്ല. അതൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷ സൈദ്ധാന്തികരുടെ സൃഷ്ടിയാണ്. അത്തരത്തിലൊന്നും അതില് ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഇതുണ്ട്. അതിന് പാർവതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു വൈശ്യൻ ശൂദ്രനാവുന്നത്, എങ്ങനെയാണ് വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനാവുന്നത്, എങ്ങനെയാണോ ബ്രാഹ്മണൻ ശൂദ്രനാവുന്നത്, എങ്ങനെയാണ് മറ്റു 3 വർണ്ണങ്ങൾ ബ്രാഹ്മണനാവാൻ? അപ്പം ശിവൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഒരു ശൂദ്രൻ വേദം പഠിച്ചാൽ ബ്രാഹ്മണനാവും. ഒരു ശൂദ്രൻ വേദം പഠിച്ച് സംസ്കരിക്കപ്പെട്ടാൽ ബ്രാഹ്മണനാവും. അപ്പൊ ശൂദ്രന് വേദം പഠിക്കാനോ? പഠിക്കാം. പിന്നെ മനുസ്മൃതിയാണ് അപ്പൊ പൊക്കിക്കൊണ്ടുവരിക. മനുവിനെ കുറിച്ച് മനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. എനിക്ക് എന്റെ മനു എന്ന് പറയുന്ന ഒരു സ്മൃതി അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അത് കൽക്കട്ടയിൽ ഉണ്ടായതാണെന്നും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നും ഒരുതുണ്ട്. അത് ഒരു ഹിന്ദു കോഡ് വേണം എന്നുള്ളത് കൊണ്ട് ആ ഹിന്ദു കോഡിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പിന്നെ മനുസ്മൃതിയായി. മനുസ്മൃതിയുടെ കോപ്പി ആരുടെ ഇല്ല എന്നും പറയുന്നു. ഡ്യൂപ്ലിക്കേറ്റേ ഉള്ളൂ എന്നും പറയുന്നു. അറിയില്ല, അത് നമ്മൾ വിദ്വാൻമാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ എപ്പോഴും പൊക്കിപ്പിടിക്കുന്ന എല്ലായിടത്തും ഈ BJPക്കെതിരെയും ഈ പറയുന്ന സവർണർക്കെതിരെയും പൊക്കിപ്പിടിക്കുന്ന ഒരു കൃതിയാണ് ഈ മനുസ്മൃതി. ഇപ്പോഴുള്ള മനുസ്മൃതി ഞാൻ വായിച്ചു നോക്കി. അതിൽ ഇതേപോലെ ശൂദ്രന് ഇത് പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നു. പിന്നെ മനുസ്മൃതി വെച്ചിട്ടാണ് ഈ പീനൽ കോഡ് എന്ന് പറഞ്ഞ സംഭവം ലോകത്തുണ്ടായത് എന്ന് പറയുന്നു. കാരണം നേരത്തെ നമുക്കുണ്ടായിരുന്നു. അതിപ്പോ നമുക്ക് പൂർവ്വകാലങ്ങളിൽ തന്നെ ഇപ്പൊ കൃഷിക്കാര്, ജന്മി കൃഷിക്കാര്, നമ്മൾ പറയുന്നത് ഓരോ ഗോത്രങ്ങളുടെ ചുമതല നോക്കാനും അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു. അതിന് വ്യവസ്ഥയുണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു. നിലം എങ്ങനെ കൊടുക്കണം, അതിലെങ്ങനെ വിത്ത് വിതയ്ക്കണം, അതിന്റെ ലാഭം എങ്ങനെ വീതിക്കണം, നികുതി എങ്ങനെ എന്നുള്ള വ്യവസ്ഥകളൊക്കെ അതിപുരാതന കാലം മുതലേ ഭാരതത്തിലുണ്ടായിരുന്നു.
അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ശാഖയുണ്ടായത് തന്നെ ഭാരതത്തിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും കാലം മുമ്പ് നമുക്ക് ഇതുണ്ടായിട്ടുണ്ട്. അപ്പൊ ഓരോ സെക്ഷനിലും ഇപ്പൊ നമുക്കറിയാം ധനുർവിദ്യ എന്താണ്, എങ്ങനെ അമ്പെയ്യണം, എങ്ങനെ അമ്പും വില്ലും ഉണ്ടാക്കണം, എങ്ങനെയാണ് പടയൊരുക്കങ്ങൾ, അതിനു വേണ്ടിയുള്ള ഒരു ശാസ്ത്രം എത്രയോ കാലം മുമ്പ്. അവിടെയാണ് നമ്മൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ആയുർവേദം അല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ച് അത് ആനയ്ക്ക് ചികിത്സ ചെയ്യാനും ആടിന് ചികിത്സ ചെയ്യാനും മൃഗങ്ങളുടെ ചികിത്സ പോലും നമ്മുടെ ഭാരതത്തില് മുൻപ് ഒരു വ്യത്യസ്ത ധാരയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോ ഈ പറയുന്ന നമ്മള് നിലവിലുള്ള അതല്ലെങ്കിൽ ഈ ഹിന്ദു വിഭാഗത്തെ ഈ വിഘടിപ്പിച്ച് നിർത്തുക എന്നുള്ള കാര്യമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവിക സാധാരണക്കാരായിട്ടുള്ള ഒരു ഹിന്ദു ഒന്ന് ചിന്തിക്കണം, എന്താണ് ഇതിന്റെ അർത്ഥം, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാഹ്മണരാണോ ഭാരതത്തെ നയിക്കുന്നത്, ബ്രാഹ്മണരാണോ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ ഈ നൂറ്റാണ്ടിൽ വെച്ച് ഈ നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇപ്പൊ ലോകം ഏറ്റവും അതായത് നമുക്ക് ഗൂഗിളിന്റെ കാലമാണ്, അതല്ലെങ്കിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ ചോദ്യം ചോദിച്ചാലും ഏറ്റവും രസകരം ഇപ്പൊ നമുക്ക് ഈ മറ്റേ ബ്രാഹ്മണ സങ്കല്പത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇപ്പൊ നിലവിൽ ഉണ്ടാക്കി വെച്ചുള്ള ഉത്തരമാണ്. ഇപ്പൊ ചാറ്റ് GPT അങ്ങനെ അതിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നത്. നമുക്കതിന്റെ കാര്യങ്ങൾ അറിയില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഏകലവ്യന്റെ കാര്യം ചോദിച്ചാൽ ഗൂഗിൾ ഉത്തരം പറയുന്നത് എന്തായിരിക്കും, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് പഠിപ്പിച്ചില്ല എന്നുള്ള ഉത്തര. അപ്പൊ നമ്മൾ അങ്ങനെ ഉത്തരം കിട്ടിയാലോ അതാണോ ശരി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്, മഹാഭാരതത്തിൽ അങ്ങ് എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ്, അതൊന്നും അത് മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൽ 123 എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം. അപ്പോ അങ്ങനെ അതൊന്നും തേടി പിടിച്ച് മഹാഭാരതത്തിൽ ഈ 123 എന്താണ്, ആദ്യ പർവ്വത്തിൽ 123 എന്താണ് എന്നൊന്ന് അന്വേഷിക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാവുമ്പോഴേ നമ്മുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടുള്ളൂ. ഇപ്പൊ വർണ്ണവ്യത്യാസമല്ല, ജാതി വ്യത്യാസമാണല്ലോ ഉള്ളത്. ആ ജാതി വ്യത്യാസത്തിന് കാരണം എന്താണ്, അതാണ് അന്വേഷിക്കേണ്ടത്. ജാതി വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാണ്, ആ ജാതി വ്യത്യാസത്തിന് നമ്മളെ പരസ്പരം അകറ്റുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പൊ ഈഴവരും നായന്മാരും തമ്മിൽ ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ. അതല്ലെങ്കിൽ ബ്രാഹ്മണൻ വന്നിട്ട് എടാ 8 അടി മാറി നിൽക്കടാ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ആ കാലൊക്കെ കഴിഞ്ഞു പോയി. ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആരാ നിൽക്കുന്നത്? പ്രത്യേക നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാണ്, ഏറ്റവും അടിസ്ഥാന വർഗത്തിനാണ്. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് ഏറ്റവും വലിയ നിയമങ്ങൾ നിൽക്കുന്നത്. അവരെ ജാതി വെച്ചോ അല്ലെങ്കിൽ ആ കുലത്തിന്റെ വെച്ചിട്ടോ ഒന്ന് കളിയാക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ഭരണഘടന നമുക്കുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ആനുകൂല്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അടിസ്ഥാന വർഗത്തിന് വേണ്ടി പ്രത്യേകം ആനുകൂല്യങ്ങളാണ്. അവർക്ക് അടിമത്തം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള. എന്നിട്ടും ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടാനുള്ള അവസ്ഥയുണ്ട്. അപ്പോഴും ഈ മാധ്യമം പോലെ ഉള്ള മാധ്യമങ്ങൾ ഈ ദളിത് സ്നേഹം പ്രകടിപ്പിക്കുകയും ദളിതരെ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മാറ്റി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒന്നില്ല, അത് നായരി ആണ്,
നമ്പ്യാരാണ്, ഈഴവനാണ്, ഇവരൊന്നും ഹിന്ദുവിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന കാലമാണിത്. ഇതൊന്നും ഹിന്ദുവിന്റെ ഭാഗമല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ശ്രമം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഈ പറയുന്ന ജാതി വ്യവസ്ഥ മറന്നുകൊണ്ട് ഹിന്ദു ഒരുമിക്കേണ്ടുന്ന കാലഘട്ടമാണ്. ഹിന്ദു ഒരുമിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നീ ഹിന്ദുവല്ല, നീ നായരാണ്, നീ ഈഴവനാണ്, നീ പുലയനാണ്, നീ പറയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഭിന്നങ്ങളാക്കി മാറ്റുകയും ആ ഭിന്നങ്ങളാക്കി മാറ്റി നമ്മൾ ഭിന്നമായിട്ടുള്ള വോട്ട് ബാങ്കായി മാറി നമ്മൾ ഇടതിനും വലതിനും മാറി മാറി കുത്തുമ്പോൾ ഇവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, നമ്മളെ ഈ അകറ്റി നിർത്തുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന, നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ആ സമൂഹം അവരുടെ ശക്തമായ വോട്ട് ഒരു കേന്ദ്രീകൃത ഭാവത്തിൽ വരികയും അവര് അധികാരത്തെ കൈയാളുകയും ചെയ്യും. തുറന്നു പറയേണ്ടുന്ന കാലഘട്ടമാണ്. ഹിന്ദു ഒരുമിച്ച് ഇന്നിപ്പോ നമ്മൾ പറയുന്നത് കേൾക്കുന്നു, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ 12% ഉണ്ടായിരുന്ന സമൂഹം 40% ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത്? ഹിന്ദു പുറകോട്ട് വരുന്നു. അവിടെ അതിർത്തികളിൽ അവിടുത്തെ ട്രൈബൽ വിഭാഗം വളരെ താഴോട്ട് വന്നിരിക്കുന്നു. അവരെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ചാൽ ഏറ്റവും കൂടുതൽ മതം മാറ്റപ്പെട്ട സമൂഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കടയിലുള്ളവരാണ്. അവരെയാണ് മതം മാറ്റാൻ എളുപ്പം. ബ്രാഹ്മണിക്കൽ ഹെജുമണി പറഞ്ഞുകൊണ്ട് നീ ഏറ്റവും താഴേക്കടവനാണ്, നിനക്കിവിടെ ഒരു വിലയില്ല ഹിന്ദുയിസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മതം മാറ്റാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ആ സമൂഹം ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പൊ വയനാട്ടിൽ പോലും, വയനാട്ടിലെ ഞാനൊരു ആദിവാസി സമൂഹത്തിലേക്ക് ചെന്നപ്പോൾ 90% അവരെ ഹിന്ദുയിസം വിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? വല്ലപ്പോഴും കൊണ്ടു കൊടുക്കുന്ന ബിസ്ക്കറ്റും മരുന്നും കുറച്ച് പണത്തിനും വേണ്ടി ഒരു കുലം മുഴുവൻ, ആ കുലത്തിൽ ഇനി 4-5 വീടുകളേ ഉള്ളൂ മാറാത്തതായിട്ട്. അടുത്ത കാലത്ത് ഞാൻ വയനാട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ പോയപ്പം ഉണ്ടായ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ 100-ൽ 2-3 വീടുകൾ അങ്ങനെ കൂട്ടിയാൽ മതി. അത്രയും ആളുകൾ, ആദിവാസി സമൂഹം ഇന്ന് പെന്തക്കോസ്തുകാരാണ്. ആരും അന്വേഷിക്കുന്നില്ല. പേര് പറയുമ്പം ചൊക്കനും ജാമ്യൊക്കെ ആയിരിക്കും, പക്ഷെ അവരെ കൺവെർട്ടഡ് ആയിരിക്കുന്നു. അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പേര് അവിടെ നിർത്തിക്കൊണ്ട് അവരെ വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ തച്ചുടച്ചിരിക്കുന്നു. കാരണം അവർക്ക് പൊതുസമൂഹത്തിൽ അവർക്ക് വേദം എന്താണെന്നോ അതല്ലെങ്കിൽ ഹിന്ദു എന്താണെന്നോ ധർമ്മം എന്താണെന്നോ ഒന്നും അറിയില്ല. അവരെടുത്ത് പോയി നിങ്ങൾ ഈ മരത്തിന്റെ ചോട്ടിൽ വെച്ച കല്ലിനെ പൂജിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇത് നോക്കൂ, ഞങ്ങൾ നോക്കൂ, ഞങ്ങളുടെ കൂടെ വരൂ, നിങ്ങൾക്ക് സമ്പത്ത് തരാം, നിങ്ങൾക്ക് എല്ലാ സമാശ്വാസവും തരാം എന്ന് പറയുമ്പോൾ അവരവരുടെ കൂടെ പോകുന്നു. ഇത് കേരളത്തില് നിങ്ങൾ ആ ഒരു വിഭാഗത്തിലേക്ക് എടുത്തു നോക്കൂ. ഈ പറയുന്ന ആളുകളെ തങ്ങളുടേതാണ്, അല്ലെങ്കിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുകയാണ്, ഞങ്ങളുടെ പേര് ഏറ്റെടുക്കൂ, നിങ്ങൾ സ്വതന്ത്രരായി. ഇതിനെതിരെയാണ് ചട്ടമ്പി സാബി സമരം ചെയ്തത്, അല്ലേ? അപ്പൊ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും അടിസ്ഥാന ഇവിടത്തെ സംസ്കാരത്തിന്റെ ഏറ്റവും തിരുശേഷിപ്പുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ ഇവർ ഈ ബ്രാഹ്മണിക്കൽ ഹെജുമണി പറഞ്ഞ് നിരന്തരമായി മതം മാറ്റി. രണ്ട് രീതിയിൽ മതം മാറ്റുകയും ഒപ്പം
എണ്ണം കൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയ. മറ്റൊരു വിഭാഗത്തിനുമില്ലാത്ത രീതിയിൽ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയ. അതിനെക്കുറിച്ച് ഞാൻ തെളിവ് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കേരളത്തിലുണ്ട് തെളിവ്. ബർത്ത് റേറ്റ് എടുത്ത് നോക്കിയാൽ മതി നമുക്ക്. അപ്പൊ ഈ ഭാരതത്തില് അതിന്റെ ഉടമകളായിട്ടുള്ള ഭൂരിപക്ഷ വിഭാഗം ക്ഷയിച്ച് ഇല്ലാതാകാൻ വേണ്ടി ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി കുത്തിപ്പൊന്തിക്കുന്നത് ആരാണ് എന്ന് നോക്കണം. നമുക്ക് അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഭാരതത്തോട് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കൃതിയോട് ചെയ്തത് എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരനും ചോദ്യം ചെയ്തില്ല. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് അവിടുത്തെ തമിഴ് ജനത ചോദ്യം ചെയ്തു, ഞങ്ങൾക്ക് ധർമ്മം വേണം, ഹൈന്ദവ ധർമ്മം ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന്. ആ ഹൈന്ദവ ധർമ്മത്തെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സനാതന ധർമ്മം എന്നൊരു വാക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. സനാതന ധർമ്മം ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. സനാതന ധർമ്മം എല്ലാവർക്കും ഇടം കൊടുത്ത ധർമ്മമാണ്. ആ ധർമ്മത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്നത് എന്താണ് എന്ന് ലോകത്ത് എല്ലായിടത്തേക്കും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈജിപ്തിന്റെ ധർമ്മവും ഈജിപ്തിന്റെ സംസ്കാരവും ഇല്ല. അവിടെ വേറൊരു സംസ്കാരമായി. സിറിയയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഒന്നും തനത് സംസ്കാരങ്ങൾ ഒരിടത്തുമില്ലാതെ മുച്ചൂടും മുടിഞ്ഞുപോയി. അതില് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന രാജ്യങ്ങൾ പോലും ഒഴുകിപ്പോയിട്ടുണ്ട് ഇസ്ലാമിക അധിനിവേശത്തിൽ. ലോകത്ത് മുഴുവനും ഈ ഇസ്ലാമിക അധിനിവേശം നടക്കുന്നുണ്ട്. ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മള് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണോ അല്ലെങ്കിൽ ഇസ്ലാം ഇല്ലായ്മ ചെയ്യണോ അല്ല, മറ്റു മതങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, മറ്റുള്ള വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റം ഞാൻ തുടങ്ങുന്ന അവിടെയാണ്. കുറെ കാലം ഞാൻ നിശബ്ദനായിരിക്കുകയായിരുന്നു. മാധ്യമത്തിൽ രാമായണ സംബന്ധിയായിട്ട് ഹൈന്ദവതയിലേക്കുള്ള ഹൈന്ദവ ധർമ്മങ്ങളിലേക്കുള്ള കടന്നുകയറ്റം വന്നപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോ ഹൈന്ദവ സമൂഹം ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി, നിങ്ങൾ കോൺഗ്രസ്സുകാരായാലും ശരി, നിങ്ങളുടെ സനാതന ധർമ്മം ഇവിടെ വേണമോ വേണ്ടയോ അത് ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട്. കാരണം സനാതന ധർമ്മത്തെക്കുറിച്ച് അത്ര കണ്ട് ധർമ്മം നശിക്കില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ സനാതനം എന്ന് പേര് പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമത്തിന്റെ ഉപ്പുപ്പുമാര് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല, അവരെ വല്യച്ഛന്മാര് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടും സകലരെയും പിടിച്ച് മുറിച്ചു മാറ്റിയിട്ടും ഇവിടെ ഓങ്കാരവും ഹിന്ദുത്വവും ഈ പറയുന്ന സനാതന ധർമ്മവും ഇവിടെ നിലനിന്നിട്ടുണ്ട്. അത് നിലനിൽക്കുകയും ചെയ്യും. പക്ഷെ ഈ പറയുന്ന നമ്മുടെ അടിസ്ഥാന വർഗമായിട്ടുള്ള നമ്മുടെ കീഴേത്തട്ടുള്ള ആളുകളെ എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ച് നിർത്താൻ ഈ പറയുന്ന മാധ്യമ ഹിജടകൾക്ക് സാധിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ബോഷ്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നത്. ഇപ്പൊ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മുൻമന്ത്രി, MP ആണ്. അദ്ദേഹം ശബരിമലയിൽ പോയിട്ട് കാണിച്ചത് ഞാൻ എന്റെ കൊക്കിന് ജീവനുണ്ടെന്ന് മറന്നു പോവില്ല. കാരണം അവിടുന്ന് കൊടുത്ത ആ ദിവ്യ തീർത്ഥം, നമ്മൾ അങ്ങനെ പറയാ, ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ അടുത്ത് കിട്ടിയ ദിവ്യ തീർത്ഥം കിട്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ കൈ കഴുകിയ വ്യക്തിയാണ്. ആലോചിച്ച് നോക്കണം. ഹൈന്ദവ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് ഈ നമ്മുടെ പൂജയിൽ നിന്ന് കിട്ടുന്ന ആ യജ്ഞത്തിന്റെ ശിഷ്ടവും അല്ലേ? ആ ശിഷ്ടം വാങ്ങി ഭുജിക്കുക, നെറ്റിയിൽ ചന്ദനം തൊടുക എന്നുള്ളത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ
അടിസ്ഥാന ഘടകമാണ്. ആ അടിസ്ഥാന ഘടകത്തിന്റെ മേലാണ് മന്ത്രി രാധാകൃഷ്ണൻ കത്തിവെച്ചത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ ഏറ്റവും അടിസ്ഥാന തത്വത്തിലാണ് പിണറായി വിജയൻ പോയിട്ട് ഗുരുവായൂർ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നതാണ് കൃഷ്ണൻ, അതാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചത്. സനാതന ധർമ്മത്തിന്റെ കടക്കിൽ കത്തിവെക്കാൻ തന്നെ. കാരണം നമ്മള് ഗുരുവായൂരപ്പൻ എവിടെയായിരിക്കുന്ന അറിയാത്ത പിണറായി വിജയനെങ്കിൽ ആ പിണറായി വിജയൻ എന്ന പേര് മാറ്റിയിട്ട് വേറെന്തെങ്കിലും പേരിടുന്നതല്ലേ ബെസ്റ്റ്. ഒരു ഹിന്ദുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിഷ്ഠ അദ്ദേഹം പോയി നിന്നിട്ടുണ്ട് അയ്യപ്പന്റെ മുമ്പില്. അയ്യപ്പന്റെ പ്രസാദം സ്വീകരിക്കാതെ വന്നിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ, എല്ലാവരും അനുഭവിക്കാതെ ഒന്നും പോവില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആ രീതിയിൽ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ, നമ്മളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കേണ്ടുന്നവരാണ് ഹൈന്ദവർ, ജാതി മറന്നിട്ട്. NSS, SNDP ഒക്കെ KPMS ഒക്കെ കൂലങ്കുശമായിട്ട് ചിന്തിക്കേണ്ടുന്ന സമയമാണ്. മുമ്പ് മീശ നോവൽ വന്നു. ആ മീശ നോവലിനും തുടക്കം മുതൽ അതിനെതിരെ സംസാരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. ആ മീശ നോവലിലൂടെ ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നു. ശബരിമല വിഷയത്തിൽ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നു. അതേപോലെ തന്നെ ഈ ജാതി പറഞ്ഞു തിരിക്കുകയാണെങ്കിൽ, അതേപോലെ നമ്മുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഏത് ഡോക്ടറാണെങ്കിലും ശരി, അയാളെ ചോദ്യം ചെയ്യാനും തിരുത്താനും നമ്മൾ അവകാശമുണ്ട്. ഇപ്പൊ പറയാ ശിവന് കല്ലല്ലെന്ന് ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് ഒരു വിഷമമില്ല. എങ്ങനെ അത് കെട്ടുകഥയല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ, അവിടെ കൊണ്ടുപോയി ബ്രാഹ്മണിക്കൽ ഇജുമണി കൊണ്ടുപോയി കുത്തിച്ചിരുത്താൻ ശ്രമിച്ചാൽ മറുപടി പറയാൻ ഹിന്ദു സമൂഹം തയ്യാറാവണം. അയ്യോ, നമ്മൾ പറഞ്ഞപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ പറയുന്നത് എന്നുള്ള തോന്നൽ ആദ്യമേ മാറ്റിവെക്കണം. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. അതിവിടുത്തെ ഏത് തമ്പ്രാനായാലും ശരി, ഇപ്പൊ മുഖത്ത് നോക്കി പറയണം. നമുക്ക് മരണഭയം പാടില്ല. അങ്ങനെ മരണഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും ഇന്ത്യയിൽ ഉണ്ടാവുമായിരുന്നില്ല. നമ്മളെ പൂർവികർ ഭയമില്ലാതെ കൈയരിഞ്ഞപ്പോഴും കാലരിഞ്ഞപ്പോഴും കഴുത്തരിഞ്ഞപ്പോഴും അത് കണ്ടു നിന്നവർ ഭയമില്ലാതെ ഈ പറയുന്ന വേദം ഉള്ളിൽ വെച്ചിട്ട് ഉപാസിച്ച് തലമുറയായി കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയത്. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമിജിയെ പോലെ, മാതാ അമൃതാനന്ദവയ്യെ പോലെ ഉള്ള ശ്രേഷ്ഠരായ ആൾക്കാരിൽ നിന്നും ഇതിങ്ങനെ കൈവിട്ട് പോകാതെ ഓങ്കാരവും ജപവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിന്നത് ഈ പറയുന്ന സമൂഹം, നേരത്തെ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹേജുമണി എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന ഒരു സമൂഹം ഭാരതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അത് നിലനിന്നു പോയത്. ഈ വേദശബ്ദങ്ങളെ കാത്തു സൂക്ഷിച്ചതും ഇന്നും ഉപനയനം നടക്കുന്നതും വേദം പഠിക്കുന്നതും ആ ഒരു സമൂഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ആ സമൂഹത്തിന് പലപ്പോഴും തെറ്റുപറ്റിയിട്ടുണ്ട്. അത് എല്ലാ സമൂഹത്തിനും തെറ്റുകൾ ഉണ്ടാവാറുണ്ട്, അത് തിരുത്തപ്പെടാറുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. അത് തിരുത്തി ആ കാലഘട്ടം കഴിഞ്ഞിട്ടും ഇന്ന് ബ്രാഹ്മണന് ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്നത് കണ്ടിട്ടും വീണ്ടും ഈ ബ്രാഹ്മണന്റെ നേരെ വാളോങ്ങി, എടാ നീ പുലയനാണ്, നീ പറയനാണ്, അവർ നിന്റെ ശത്രുവാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാടോ, നീ ഞങ്ങളെ
പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയാൻ ഓരോ ചെറിയ സമൂഹത്തിന്റെയും നേതൃത്വത്തിലുള്ളവർ മുന്നോട്ട് വരണം. ഏതോ ചെറിയ സംഘടനകളുടെ, ഇപ്പൊ ജാതീയമായിട്ട് ഏറ്റവും ചെറിയ ചെട്ടിമാരാണെങ്കിൽ ചെട്ടിമാര്, കുശവന്മാരാണെങ്കിൽ കുശവന്മാര്, എല്ലാം നമുക്ക് എല്ലാ വിഭാഗങ്ങളുമുണ്ട്. ആ വിഭാഗങ്ങളിൽ ഓരോരുത്തരും വന്ന് പറയണം, ഈ ഞങ്ങൾക്കിടയിൽ വേലി കെട്ടണ്ട, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതാണ്, ബ്രഹ്മനിൽ നിന്നുണ്ടായതാണോ ഞങ്ങളൊക്കെ. ഞങ്ങൾ നായരായിരിക്കാം, നമ്പ്യാരായിരിക്കാം, പുലയനായിരിക്കാം, പറയനായിരിക്കാം, ഒക്കെ ബ്രഹ്മന്റെ സന്തതി പരമ്പരയാണ്. ബ്രഹ്മൻ തന്നതാണ് ജീവൻ. ഞങ്ങളുടെ എല്ലാ ശരീരത്തിലും പ്രാണനായി നിലകൊള്ളുന്നത് ആ ബ്രഹ്മനാണ് എന്ന് പറയാനുള്ള ഒരു നീക്കമുണ്ടാവണം. ഇവിടത്തെ ബ്രാഹ്മണന്റെയും ഇങ്ങേയറ്റം നിൽക്കുന്ന ആരാണോ അവന്റെയും പ്രാണൻ ഒന്ന് തന്നെയാണ്, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയാൻ മടി കാണിക്കരുത്. അത് പറയാനുള്ള അറിവ് നമ്മൾ നേടിക്കഴിഞ്ഞു. പണ്ട് നമുക്ക് അത്തരം അറിവുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പോലും ധാരാളം പേര് ഇതിനു വേണ്ടി 24 മണിക്കൂറും ചെലവഴിച്ച് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ധാരാളം പേരുണ്ട്. ആ ധാരാളം പേരെ പിന്തുടർന്ന് ഇത് പഠിച്ചുകൊണ്ട്, എന്താണ് സനാതന ധർമ്മം എന്ന് പഠിച്ചുകൊണ്ട്, എന്താണ് ജാതി വ്യവസ്ഥ, എന്താണ് വർണ്ണവ്യവസ്ഥ, ഇതിനൊക്കെ അതീതമാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സനാതന ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ ഇപ്രാവശ്യം രാമായണ മാസമായിട്ട് സാധാരണ രാമായണത്തിന് ധാരാളം പ്രോഗ്രാമുകൾ പോകുന്നതാണ്. ഇപ്രാവശ്യം എവിടെയും പോയിട്ടില്ല. ഞാൻ വളരെ സൂക്ഷിച്ചു കൊണ്ടു നടന്ന ഒരു രാമായണം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് വാൽമീകി രാമായണത്തിന്റെ ഒരു കോപ്പി എന്റെ അടുത്ത്. സിനിമയുടെ ഷൂട്ടിങ്ങിന് ആർട്ടുകാർ കൊണ്ടുപോയിട്ട് പിന്നെ എനിക്ക് രാമായണം നഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് അത് വാൽമീകി രാമായണം തന്നെ എനിക്കൊന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ. ബാക്കിയുണ്ട്, രാമായണത്തിന്റെ വേറെ വേർഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വേർഷൻസ്, കാരണം അത് ഈ പറയുന്ന എന്താണ്, അതിനകത്ത് ഞാൻ വായിച്ച ഗ്രന്ഥത്തിൽ കള്ള് കുടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നു, മത്സ്യമാംസാദികൾ കഴിക്കുന്നതുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു. അത് ഈ ഒളിച്ചു കടത്തലുകളൊന്നുമില്ലാത്ത ഒരു രാമായണമായിരുന്നു എന്റെ കയ്യിൽ. ആ രാമായണമായിരുന്നു ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ എനിക്കത് നഷ്ടപ്പെട്ടു പോയി. അതിന് പകരം ബാക്കിയുള്ള വേർഷൻസ് എനിക്കുണ്ട്. അപ്പോ രാമായണത്തിന് കുറ്റം പറയുന്നതിന് രാമായണം വിവിധങ്ങളായിട്ടുള്ള രാമായണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വാൽമീകി രാമായണം വായിക്കുമ്പം നമുക്ക് ആ കാലഘട്ടത്തെ മനസ്സിലാക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒറിജിനൽ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളിലൂടെ പോകുമ്പോൾ ആ കാലഘട്ടം, അന്നത്തെ കാലാവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോഴാണ് രാമായണം പൂർണ്ണമാകുന്നത്. പക്ഷെ ഭക്തി എന്ന നിലയ്ക്ക് രാമായണം പിൻപറ്റുന്നവർക്ക് അങ്ങനെ പോകാം. അപ്പൊ ഞാൻ ഈ വർണ്ണവ്യവസ്ഥയൊന്നും ഇല്ലാന്ന്, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കി. കാരണം ഏറ്റവും പുരാതനം എന്ന് പറയുന്നത് രാമായണമാണല്ലോ. നമ്മുടെ ഇതിഹാസങ്ങളിൽ പുരാണം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ളത് രാമായണമായിരുന്നു. ആ രാമായണം ഞാൻ ഇങ്ങനെ അരിച്ച് പെരുകി വായിച്ചപ്പോഴും അവിടെയൊന്നും ഈ പറയുന്ന രാമനെ ആരെങ്കിലും കണ്ടിട്ട് ഓടി മാറുന്നുണ്ടോ? താഴെയുള്ള അന്നുകൊണ്ടല്ലോ താഴെ കിടക്കാര്, കുശവനും ഈ പറയുന്ന കൊല്ലനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊരുമിച്ചാണല്ലോ. ഇവ ഭരതന്റെ കൂടെ വന്നപ്പോ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ട് ഓടിപ്പോകുന്നുണ്ടോ, 8 അടി മാറി നിൽക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചു. ഗുഹനൊക്കെ നേരെ രാമനെ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് രാമനെ വിശ്രമിക്കാനുള്ള സംഗതി ഉണ്ടാക്കി കൊടുത്തത്. ഭരതൻ വരുമ്പോ അതുപോലെ മഹർഷിയുടെ അടുത്ത് വന്ന ആൾക്കാർക്കൊക്കെ മദ്യവും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വേഷണം വായിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ പോകുമ്പോ
അതിലൊക്കെ ഈ വർണ്ണവ്യവസ്ഥ ഉണ്ടായിരുന്നോ, ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നോ, പരസ്പരം അടിയുണ്ടായിരുന്നോ? ഇല്ല, എവിടെയും കാണില്ല. അപ്പൊ ആ രീതിയിൽ വേണം രാമായണത്തേക്ക് എടുത്ത് നമ്മൾ വായിക്കാൻ. രാമായണം എടുത്ത് രാമായണ മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അതിനകത്ത് ഈ പറയുന്ന വർണ്ണവ്യവസ്ഥ ഉണ്ടായിരുന്നു. ഉത്തരരാമായണത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു ശൂദ്രൻ സന്യസിക്കുമ്പോ തല വെട്ടുന്നു എന്ന് പറയുന്ന രാമന്റെ. എനിക്കത് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അന്ന് ഈ പറയുന്ന ശൂദ്രന് വേദം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇപ്പൊ ഉത്തരാമായണം എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഉത്തരാമായണം ഈ രാമായണത്തിന് കൂട്ടിച്ചേർത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ല എന്നുള്ള അഭിപ്രായമുണ്ടോ എന്തായിക്കോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. രാമന്റെ ജീവിതത്തിൽ ഉടനീളം രാമൻ ഈ പറയുന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ എവിടെയും ഇത്തരം രീതിയിൽ ഒരു ശൂദ്രൻ എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ ശൂദ്രനെ മാറ്റി നിർത്തുന്ന ഒരു സംഗതിയോ രാമന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു മനുഷ്യന്റെ ബാല്യം മുതലുള്ള ജീവിതമാണല്ലോ, രാമന്റെ ബാല്യം മുതലുള്ള ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ആ ജീവിതത്തിൽ എവിടെയും നമ്മൾ ദർശിച്ചിട്ടില്ല. ഞാനിങ്ങ് ശ്രദ്ധിച്ചു, ഭരതന്റെ കൂടെ ഇതുപോലെ ഹയസ്റ്റ് ഗ്രേഡിലുള്ള മാത്രമാണ് വന്നത് എന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭരതന്റെ കൂടെ വന്നവരില് എല്ലാ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നല്ല മഴയാണ്, നിങ്ങളുടെയൊക്കെ നല്ല മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണക്ഷൻ സ്ലോ ആയി കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നമസ്കാരം. കഴിയുന്നത്ര ഇപ്പൊ നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ ഇന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിവുണ്ടാവും. പക്ഷെ അറിവ് ഇതേപോലെ നിങ്ങൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം വിഭജിക്കാൻ നോക്കുമ്പോൾ ആ വിഭജനമല്ല, നമ്മുടെ ഇതിഹാസങ്ങളിൽ അങ്ങനെ വിഭജനം പറഞ്ഞിട്ടില്ല. വർണ്ണവ്യവസ്ഥ എന്നാൽ വിഭജനമല്ല, അംഗീകരിക്കലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന തെളിവുകളും നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോഴാണ് പൂർണ്ണമാവുള്ളൂ. എല്ലായിടത്തേക്കും എത്തണം. ഇപ്പൊ നമുക്ക് സാധാരണ മനുഷ്യരിലേക്ക് എത്താൻ നമുക്കുള്ളത് ഇപ്പം ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്നും തന്നെ പറയാനില്ല. വീണ്ടും നമുക്ക് മറ്റേതെങ്കിലും വിഷയമായിട്ട് നാളെ നമുക്ക് പറ്റുമെങ്കിൽ നാളെ, അതല്ലെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ പോകാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മറ്റു പലതിലും വേണ്ടിയാണ് എന്നൊരു തോന്നല് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ തോന്നും എന്തിനാപ്പം ഇതൊക്കെ പറഞ്ഞ് ഇവിടെ വീട്ടിലെ പട്ടിയെ കളിപ്പിച്ച് ചുമ്മാ ഉണ്ടുറങ്ങി കഴിഞ്ഞാൽ പോരുന്നു. പക്ഷെ അപ്പോഴും ഇതുപോലെ പല ഈ മാധ്യമം പോലെ ഉള്ള ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ അവർക്കൊരു വളമാവില്ലേ? നമുക്ക് മിണ്ടണം എന്നുള്ള ഒരു തോന്നലുണ്ടാവും, മിണ്ടിയെ പറ്റൂ എന്നുള്ള തോന്നലുണ്ടാവും. അതുകൊണ്ട് പറയുന്നതാ. എനിക്കൊന്നും വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കാൻ പോകും. എനിക്ക് ഇപ്പൊ വേദങ്ങളൊന്നും ഞാൻ വായിച്ച അങ്ങനെ വലിയ വേദപണ്ഡിതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ പോകും. ഇപ്പൊ മഹാഭാരതം, ഇപ്പൊ എൻ്റെ അടുത്ത് മഹാഭാരതം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മഹാഭാരതം എൻ്റെ അടുത്തില്ല. വലിയ ഗ്രന്ഥങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അതിന്റെ സംക്ഷിപ്ത രൂപമാണ് എൻ്റെ അടുത്തുള്ളത്.
അപ്പൊ അതില് ഗണ്ടശ പറഞ്ഞ ഇന്ന അധ്യായത്തിൽ ഇന്ന ശ്ലോകം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്റെ അടുത്ത് അതിനുള്ള അറിവുകളില്ല. എങ്കിലും അതിന് സാമാന്യമായിട്ട് അതല്ലെങ്കിൽ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടോ തപ്പിയെടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇന്നലെ ഇന്നുമായിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞതുപോലെ ചിദാനന്ദ സ്വാമിജി എപ്പോഴും ഇങ്ങനെ ആറ്റിക്കുറിക്ക് പറയും, ആരാണ് ബ്രാഹ്മണൻ? ഇപ്പൊ ഇടയ്ക്ക് വന്ന് എപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ്, താഴേക്കടയിൽ നിന്ന് ആരെങ്കിലും ബ്രാഹ്മണനായിട്ടുണ്ടോന്ന്. അപ്പൊ ആദ്യം ഞാൻ പറയാം, ബ്രാഹ്മണനായത് ഒന്ന് കൊല ചെയ്യപ്പെട്ട രാമസിംഹനാണ്, അദ്ദേഹത്തിന്റെ അനുജനും. 1947 ആഗസ്റ്റ് 2 വെച്ച് രാമസിംഹൻ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. ഹിന്ദുവായി ബ്രാഹ്മണനായിട്ടാണ് ജീവിച്ചത്. ഒരു പക്ഷേ അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ കാരണവും അദ്ദേഹം ബ്രാഹ്മണനായി മാറിയതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഇരട്ടക്കുഴൽ തോക്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ച് ബ്രാഹ്മണനായപ്പോൾ ആ തോക്ക് ഉപേക്ഷിച്ചു. ആ തോക്ക് അദ്ദേഹം ഉപേക്ഷിക്കാതെ തന്റെ രക്ഷയ്ക്ക് വേണ്ടി കരുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രാമസിംഹനെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൊല്ലാൻ പറ്റുമായിരുന്നില്ല. അപ്പോ അവിടെ ആ ബ്രാഹ്മണൻ എന്ന തത്വം രാമസിംഹൻ സ്വീകരിച്ചത് കൊണ്ടാണ് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്താണോ സ്വാത്വികമായിട്ടുള്ള ഒരു ഭാവം എന്ന് രാമസിംഹൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹം കൊലക്കത്തിക്ക് ഇരയായത്. അപ്പൊ ചോദിക്കുമ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അറിയാൻ നമുക്ക് മാർഗങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴും എന്ത് കിട്ടിയാലും ഒന്ന് അറിയണം എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ് പോകുന്നത്. അത് ഓരോ വിഷയസംബന്ധിയായിട്ടും ഇപ്പൊ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് പറയാവുന്നിടത്തോളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാമിജി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മഹാരഥന്മാര് നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് നേരമില്ല. നമുക്ക് രാഷ്ട്രീയം കളിക്കാനും എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്ന് ചിന്തിച്ച് ഓടാനുമേ നേരമുള്ളൂ. അതല്ലാതെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ചില വിശ്വാസങ്ങൾ നമ്മൾ മുറുകെ പിടിക്കാനുണ്ട്, ചിലതിനെ നമ്മൾ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് ഓർക്കാതെ പോകുന്നുണ്ട്. ഒക്കെ സംരക്ഷിക്കാൻ കഴിയട്ടെ. ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ, ചെറിയൊരു കോണിൽ നിന്ന് അപ്പോ ഇടയ്ക്ക് നിന്നുപോയ ഒരു ചാപ്റ്റർ ഉണ്ട്, അലിയിൽ നിന്ന് രാമനിലേക്ക്. അത് നാളെ മുതൽ പുനരാരംഭിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നതിന് മുന്നേ എനിക്ക് വിലക്ക് വരും. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. ഇപ്പം മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത അത്ര വലിയ വിലക്കാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അവര് ഇസ്ലാമിനെ വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അവര് മുസ്ലിം പേരുകളോ അതല്ലെങ്കിൽ വേറൊരു മതത്തിലേക്ക് അവർ പോയിട്ടില്ല. അവർ എക്സ് മുസ്ലിമായിട്ട് നിൽക്കുന്നത്. അതിലവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ മുസ്ലിം വിട്ട് ഇസ്ലാം വിട്ട് ഹിന്ദു ആവുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള ഇത്രയും വലിയ ഒരു പ്രശ്നം ഇല്ലാതില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ടുള്ള ബ്ലോക്കിങ്ങും എത്രയോ പ്രാവശ്യം ഒന്ന് ബ്ലോക്കാകുമ്പം ഇപ്പം 2-3 അക്കൗണ്ട് ഉണ്ടായാലും ഇപ്പൊ നമുക്ക് പേജും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്താൽ പേജും പോകും, പിന്നെ വേറൊന്നും ഉണ്ടാവണം. ഇങ്ങനെ 4-5 കുറെ അക്കൗണ്ടുകളുണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ഇവിടേക്കുണ്ട്. ഒന്ന് ബ്ലോക്ക് ആകുമ്പോൾ വേറൊന്നിലേക്ക് പോകണം. യൂട്യൂബ് രാംസ് വോയിസ് എന്ന് പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിലേക്ക്
രാംസ് വോയിസിലേക്ക് മാറണം. രാംസ് വ്യൂസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. രാംസ് വോയിസ് എന്ന് പറഞ്ഞ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരണം. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല സുഹൃത്തെ സജ് കുമാർ. ഞാൻ മുന്നിലേക്ക് പിന്നിൽ നിൽക്കുന്നതാണ് എപ്പോഴും സുഖം. പിന്നിൽ നിന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും. പിന്നിൽ നിൽക്കുമ്പോഴാണ് സുഖം. പിന്നിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പിന്നിൽ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ചാലേ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഞാൻ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഒന്നിന്റെയും തലപ്പത്ത് വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നിന്റെയും തലപ്പത്ത് വരണമെന്ന്, പിന്നിൽ നിന്ന് സഹായിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് വരണം, മുന്നോട്ട് ചലിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മുമ്പിലേക്ക് എടുത്തു ചാടുന്ന ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളെ കാണുമ്പോൾ അയ്യോ ഇയാൾ നമ്മളെ മുന്നിൽ ചാടുമോ എന്നുള്ള പേടി കൊണ്ട് ഇപ്പൊ ഇപ്പൊ പറയാലോ, ഏറ്റവും വലിയ ഇതിപ്പോ സഹായ സഹകരണ സംഘങ്ങളാണ് ഏറ്റവും ലോകത്തുള്ളത്. ഈ ധർമ്മവേദി, മറ്റേ വേദി, ഒരുപാട് വേദികളുള്ള സ്ഥലം, സഹായ വേദികളുടെ സ്ഥലമാണ്. ഞാൻ ഇന്നുവരെ വേദി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യുന്ന. അപ്പൊ പലപ്പോഴും എനിക്കുണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. ഇപ്പൊ ഇത്തരം ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഒരു സഹായത്തിനായിട്ട് ചില വേദികൾ നമ്മുടെ അടുത്ത് വരും. സാറേ എങ്ങനെയെങ്കിലും സഹായിക്കണം കേട്ടോ. അപ്പൊ എനിക്ക് വേദിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. സഹായ വേദിക്കോ അല്ലെങ്കിൽ മറ്റുള്ള വേദിക്കോ വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ വ്യക്തിപരമായ നിലയിൽ ഞാൻ എന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടും ഇന്നയാളെ സഹായിക്കണമെന്ന്. അങ്ങനെ ഞാൻ സഹായിക്കുമ്പോൾ പിന്നെ അവർക്ക് ഭയമാണ്, അയ്യോ ഞങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചല്ലോ, ഞങ്ങളുടെ പേര് പോകുമല്ലോ, ഒക്കെ രാമസിംഹനെ ഏറ്റെടുക്കുമോ എന്നുള്ള ഭയ പിന്നെ അവർക്കുണ്ടാവുക. അങ്ങനെ പിന്നെ അവർക്കൊരു ഈഗോ ക്ലാഷ് ആവും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ മിണ്ടാതെ അങ്ങ് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് മിണ്ടാതെ അങ്ങ് മാറി നിൽക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പൊ നമ്മള് ഒരു സഹായിക്കാൻ വേണ്ടി നമ്മളെ ബന്ധം വെച്ച് ഞാൻ സുരേഷ് ഗോപിയോട് പറയും, സുരേഷ് ഗോപി ഒന്ന് സഹായിക്കണേ, അദ്ദേഹം കിട്ടുന്നത് കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ സഹായിക്കും. അത് കഴിഞ്ഞാലോ അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുക. അതാണ് ഏറ്റവും രസമുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ കഴിയുന്ന നമ്മളെ വ്യക്തി എന്ന നിലയ്ക്ക് എന്നിൽ വിശ്വസിക്കുന്ന കുറച്ച് ജനതകളോട് അവരോട് ചോദിച്ചാൽ എന്റെ മിത്രങ്ങൾ അവരെ ഒരു 2-3 മാസം കൂടുമ്പോൾ സഹായിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല. പക്ഷെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ ലക്ഷ്യത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം ഹിന്ദു ഒന്നായിട്ട് ചലിക്കുക എന്നുള്ളതാണ് രാമസിംഹന്റെ ലക്ഷ്യം. അതിന്റെ അവസാന ശ്വാസം വരെയും ഹിന്ദു ഒന്നായിട്ട് ഒഴുകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്റെ അവസാനത്തെ ശ്വാസം വരെയും ഹിന്ദു ഒന്നായിട്ട് ഒരു വലിയ ശക്തിയായിട്ട് മുന്നോട്ട് പോകണം. അതാരെയും ഇല്ലായ്മ ചെയ്യാനൊന്നല്ല. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധർമ്മ സംവിധാനം അത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവിടേക്ക് വൈദേശികമായിട്ടുള്ള ചിത്രശക്തികൾ ഇന്നും അതിനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് സംഭവിക്കാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അവസാന ശ്വാസം വരെയും അത് ഒരുമിച്ച് പോകാൻ, ഒന്നിച്ച് ചലിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്റെ രാഷ്ട്രീയം എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഹിന്ദു ഒരുമിച്ച് നീങ്ങുക, ജാതിക്ക് അതീതമായിട്ട് ധർമ്മത്തിന് അടിസ്ഥാനത്തിൽ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ധർമ്മത്തിൽ ആർക്കോ അന്യതയില്ല. ക്രിസ്ത്യാനിക്കോ അല്ലെങ്കിൽ മുസൽമാനോ അല്ലെങ്കിൽ ജൈനനോ ബുദ്ധനോ ഒന്നും, ഈ പറയുന്ന ഡിങ്കന് പോലും, നമ്മുടെ ആരിഫ് ഹുസൈന്റെ ഒക്കെ ദൈവമായിട്ട് ഡിങ്കന് പോലും ധർമ്മത്തില് ഒരു വ്യത്യാസമൊന്നുമില്ല. ധർമ്മവ്യവസ്ഥയിൽ ഡിങ്കനെയും നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് എന്ന് കരുതി നമ്മുടെ അസ്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനെ ഇല്ലായ്മ ചെയ്യാൻ ആരും ശ്രമിക്കരുത്.
അത് ശ്രമിച്ചാൽ ഫൈറ്റ് ചെയ്യും. അങ്ങനെ യുദ്ധത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട 3-4 വർഷം എന്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള വർഷമായിട്ട് വന്നത്. 1921 എന്നൊരു സിനിമ, ആ സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്, വിഷമിച്ചിട്ടുള്ളത് ആ ഒരു സിനിമയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു OTT ചാനലിൽ വരുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ അവസാനം നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കാൻ പറ്റുമ്പോഴുള്ള ഒരു നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാനും. ഇന്ന് ലൈവിൽ കൂടുതൽ ആരും ഇല്ല, സാറില്ല. ഞാനിപ്പോൾ അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നല്ല വരുന്നത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വരും. നമസ്കാരം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഇതില് രാമസിംഹൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. തീർച്ചയായിട്ടും സനാതന ധർമ്മത്തെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക്. അത് ഒരു മുസൽമാനായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്. ഞാൻ ഇസ്ലാം മതം വിട്ടിട്ട് കുറച്ചു കാലമാണുള്ളൂ. പക്ഷെ എന്റെ 35 വർഷം, ഏറ്റവും ചുരുങ്ങിയ അളവ് പറയാണ് 35 വർഷമായി. കാരണം എന്റെ മകൾക്ക് ഒരു ഹൈന്ദവ നാമം ഇടുന്നത് 35 വർഷം മുമ്പാണ്. 35 വർഷം മുമ്പ് അങ്ങനെ ഒരു മുസൽമാൻ ഒരു കുട്ടിക്ക് ഒരു ഹൈന്ദവ പേരിടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവുന്ന, വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്റെ മകൾക്ക് ഞാനൊരു ഹൈന്ദവ നാമം ഇട്ടപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 35 വർഷം. അതൊന്നും ആർക്കും അറിയില്ല. എല്ലാവർക്കും പിന്നെ BJP-ക്കാരൻ വന്നപ്പോഴാണ് ഹിന്ദു ആയതെന്നതാണ്. 35 വർഷമായിട്ട് ഞാൻ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയുകയും 10-35 വർഷമായിട്ട് അതിന്റെ പുറകെ പോയിട്ടുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ക്ഷേത്രങ്ങളിലൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ മുസൽമാനായിക്കൊണ്ട് തന്നെയാണ്. ഇസ്ലാം മതം വിട്ടിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിക്കാരനായിരുന്നു. മതം വിട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മതം വിട്ടത്. കാരണം ഇനി അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നി. ഈ രാജ്യത്ത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയണമെങ്കിൽ, എനിക്ക് ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കണമെങ്കിൽ ഒരു ഹിന്ദുവായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നീ ആരാടാ ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കാൻ എന്ന് ചോദിക്കാറുണ്ട് പലരും. എനിക്ക് ചോദിച്ചാൽ അത് ശരിയാവില്ല. എനിക്ക് ചോദിച്ചാൽ ശരിയല്ല. കാരണം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കാം. ഹിന്ദുവിന് നേരെ വിരൽ ചൂണ്ടുന്നവനോട് മടക്കട വിരല് എന്ന് പറയാനും എനിക്കറിയാം. ഹിന്ദുവിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ മടക്കട വിരല് എന്ന് പറയും. അതിനി മാധ്യമല്ല, ഏത് തമ്പുരാനാണെങ്കിലും അത് പറയും. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ട് തോന്നിവാസം കാണിച്ചാൽ ഏത് മന്ത്രിയായാലും അത് തുറന്നു പറയും. കാണിച്ചത് പോക്കിരിത്തരമാണ്, വൃത്തികേടാണ്, അനുഭവിക്കും എന്ന് പറയും. അല്ലാതെ അവരെ തൂക്കിക്കൊല്ലാനോ കേസെടുത്ത് ജയിലിടാനോ എന്നുള്ള വകുപ്പ് നമുക്കില്ലല്ലോ. അത് ചെയ്യുന്നവർ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.